വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികൾക്ക് നമസ്കാരം. ഏതാണ്ട് 70,000 പത്രങ്ങളും 500-ൽ പരം ചാനലുകളും 80-ൽ പരം വാർത്താ ചാനലുകളുമുള്ള ഈ നാട്ടിലേക്ക് ഒരു ചാനൽ കൂടി ജനിക്കുകയാണ്. മലയാളത്തിൽ മാത്രം ഇനി ഏതാണ്ട് 10-20 ചാനൽ കൂടി വരാൻ പോകുന്നു എന്നാണ് കേൾക്കുന്നത്. ചാനലുകളുടെ പരിപാടികളെപ്പറ്റിയുള്ള സംഭാഷണങ്ങളിലൊക്കെ ഒരു തമാശയായി പറയുന്ന സംഭവമുണ്ട്. അത് കഴിഞ്ഞ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ബജറ്റ് അവതരണത്തിന് മുമ്പ് ഒരു പ്രധാന ചാനലിൻ്റെ വാർത്ത അവതരിപ്പിച്ച വ്യക്തി റിപ്പോർട്ടറോട് ചോദിച്ച ചോദ്യമാണ്, ധനമന്ത്രി ഒരു പച്ച ജൂബ ധരിച്ചുകൊണ്ടാണ് ബജറ്റ് അവതരിപ്പിക്കുന്നത്. ഇതിൽ നിന്ന് എന്താണ് നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നത്? വരാൻ പോകുന്നത് ഒരു ഗ്രീൻ ബജറ്റായിരിക്കുമെന്നാണോ? ഭയങ്കരം എന്ന് പറഞ്ഞു പോകുന്ന ഒരവസ്ഥയാണിത്. ഏതാണ്ട് ഈ തലത്തിലേക്ക് ചാനലുകളിലെ വാർത്താ പരിപാടികളും മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിന് ഒരു ഗൗരവതരമായ മുഖം കൊടുക്കാൻ കൂടുതൽ പ്രൊഫഷണലായ, കൂടുതൽ അക്കൗണ്ടബിളായ സമീപനം മാധ്യമപ്രവർത്തനത്തിൽ കൊണ്ടുവരാൻ മീഡിയ വൺ പോലെയുള്ള ചാനലുകൾ കൂടിയേ തീരൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വാർത്താ ചാനലുകൾ നമ്മുടെ മാധ്യമ സംസ്കാരത്തിൽ ഒരു വലിയ മാറ്റം തന്നെ വരുത്തിയിട്ടുണ്ട്. അത് ആർക്കും കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റുകയില്ല. ചാനലുകൾക്ക് മുമ്പുള്ള പത്രപ്രവർത്തന രംഗത്ത് നിന്ന് തീർത്തും വിഭിന്നമായ പുതിയൊരു മുഖം മലയാളിയുടെ സാമൂഹിക അവബോധത്തിന് നൽകാൻ ചാനലുകൾക്ക് കഴിഞ്ഞിട്ടുള്ള ഒട്ടേറെ അവസരങ്ങളുണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അത് എൻഡോസൾഫാൻ പ്രശ്നത്തിലായാലും മൂലമ്പള്ളിയിലെ കുടിയിറക്കൽ പ്രശ്നത്തിലായാലും നമ്മുടെ ചാനലുകൾ വഹിച്ച പങ്കിനെ ആർക്കും കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റുകയില്ല. അതേ അവസരത്തിൽ തന്നെ നല്ല മലയാളവും നല്ല ഭാഷയും കൂടുതൽ ആർജവത്തോടു കൂടിയുള്ള ഒരു സമീപനവും പലപ്പോഴും ഈ ബ്രേക്കിംഗ് ന്യൂസിൻ്റെ ത്വരയിൽ നഷ്ടപ്പെട്ടു പോകുന്നതും വളരെ ദുഃഖത്തോടെ നമുക്ക് കാണേണ്ടി വരുന്നു. മാധ്യമവുമായുള്ള എൻ്റെ ബന്ധം എൻ്റെ ഓർമ്മയുടെ ഞരമ്പ് എന്ന ചെറുകഥ മുതൽ തുടങ്ങുന്നതാണ്. എൻ്റെ ആദ്യ കഥ പ്രസിദ്ധീകരിച്ചത് മാതൃഭൂമിയാണെങ്കിലും ഞാൻ ആദ്യമായി എൻ്റെ സ്വന്തം നിലയിലൊരു കഥ അയച്ചു കൊടുത്തത് മാധ്യമത്തിനാണ്. അത് ഓർമ്മയുടെ ഞരമ്പായിരുന്നു. അത് അയച്ചു കൊടുക്കാനുള്ള കാരണം, അന്ന് മാധ്യമം ആഴ്ചപ്പതിപ്പിൻ്റെ എഡിറ്റർ ശ്രീ സി രാധാകൃഷ്ണനായിരുന്നു. അദ്ദേഹത്തെ എനിക്ക് മുൻപ് പരിചയമുള്ളതുകൊണ്ട് പ്രസിദ്ധീകരിക്കാൻ യോഗ്യമാണെങ്കിൽ മാത്രം പ്രസിദ്ധീകരിക്കണമെന്ന അപേക്ഷയോടെ അദ്ദേഹത്തിൻ്റെ ഒരു കത്തയക്കുകയും ആ കഥയെക്കുറിച്ച് നല്ല വാക്കുകൾ പറഞ്ഞ് അദ്ദേഹം എനിക്കൊരു മറുപടി കത്തയക്കുകയും ആ കഥ മാധ്യമത്തിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തത് വഴിയാണ് ഞാൻ മാധ്യമ കുടുംബത്തിൽ അംഗമാകുന്നത്. ആ കഥയ്ക്ക് പിൽക്കാലത്ത് ശ്രീ ടി പത്മനാഭൻ എഴുതിയൊരു കത്തുമാണ് കഥാകാരി എന്ന നിലയിൽ എന്നെ ശ്രദ്ധിക്കപ്പെടാൻ ഇടയാക്കിയതെന്ന് ഞാൻ കരുതുന്നു. പിന്നീട് തുടർന്ന് വന്ന ആ ബന്ധം ഏറ്റവും ഒടുവിൽ എന്നെക്കൊണ്ട് എൻ്റെ ഒരു പ്രധാന രചന എന്ന് ഞാൻ വിചാരിക്കുന്ന ആരാച്ചാർ എന്ന നോവൽ വളരെ നിർബന്ധപൂർവ്വം എന്നെക്കൊണ്ട് എഴുതിപ്പിച്ചത് വരെ, ശ്രീ പി കെ പാറക്കടവാണ് ഇപ്പോഴത്തെ എഡിറ്റർ, അദ്ദേഹം എഴുതിപ്പിച്ചത് വരെ ആ ബന്ധം വളർന്നു. അതങ്ങനെ തുടരുന്നു. അന്ന് അങ്ങനെ സംഭവിച്ചിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ പത്രം ഓഫീസിൽ 58-ാം വയസ്സിൽ റിട്ടയർ ചെയ്യുന്ന ഒരു വല്യമ്മത്തള്ള എഡിറ്ററായി ഞാനും ഉണ്ടാകുമായിരുന്നു. സാഹിത്യത്തിലായതുകൊണ്ട് മാഞ്ഞു പോകലേ ഉള്ളൂ, റിട്ടയർമെൻ്റ് ഇല്ല എന്ന ഒരു സന്തോഷമുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത്, നല്ല എഡിറ്റർമാർക്ക് നല്ല വാർത്തകൾ മാത്രമല്ല സമൂഹത്തോടുള്ള പ്രതിബദ്ധത, മറിച്ച് നല്ല സാഹിത്യവും കൂടുതൽ മനുഷ്യത്വവും കൂടുതൽ നന്മയും അവരുടെ ബാധ്യതകളിൽ, അവരുടെ പ്രതിബദ്ധതയിൽ ഉൾപ്പെടുന്നു എന്ന ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുകയാണ്. നല്ല എഡിറ്റർമാരും നല്ല സബ് എഡിറ്റർമാരും നല്ല പ്രൊഫഷണലിസവും
കൂടുതൽ കൃത്യവും വ്യക്തവുമായ സമീപനവും നമ്മുടെ മാധ്യമരംഗത്ത് കൊണ്ടുവരാൻ പത്രത്തിന് കഴിഞ്ഞതുപോലെ മാധ്യമത്തിൻ്റെ മീഡിയ വൺ ചാനലിനും കഴിയുമെന്നാണ് എൻ്റെയും പ്രതീക്ഷ. നല്ല മലയാളം നൽകുന്ന ചുരുക്കം ചില പത്രങ്ങളിലൊന്നായി മാധ്യമം ഈ 25 വർഷത്തിനിടയിൽ മാറി എന്നുള്ളത് വളരെ ശുഭോദർക്കമാണ്. അതേ പ്രൊഫഷണലിസം മീഡിയ വൺ ചാനലിൽ നിന്നും പ്രതീക്ഷിക്കുന്നു. വീണ്ടും നമ്മളിപ്പോൾ ടെലിവിഷൻ ചാനലുകളിലൊക്കെ കണ്ട് പരിചയിക്കുന്നത് പോലെ ആട്ടെ, നിങ്ങൾക്കിതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞു വരുമ്പോൾ വ്യക്തമാണ് താങ്കളുടെ നിലപാട്, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ് എന്ന് പറഞ്ഞ് വഴിമാറ്റുന്ന കാഴ്ച മീഡിയ വൺ ചാനലിലുണ്ടാവില്ല എന്ന പ്രതീക്ഷയോടെ എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.